ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ വിഫ്റ്റ് ബോട്ടിക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞു മക്കൾക്കൊരു നിസ്കാരക്കുപ്പായം. കുഞ്ഞു മക്കൾ നിസ്കാരക്കുപ്പായം ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ആ ഭംഗി മാത്രമല്ല, അവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും നിസ്കാരക്കുപ്പായം ഇടുക എന്നുള്ളത്. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാനാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം. ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കുള്ള നിസ്കാരക്കുപ്പായം തന്നെ ഷോപ്പിൽ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിന് വലിയ നിസ്കാരക്കുപ്പായത്തിൻ്റെ അതേ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു 2.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു നിസ്കാരക്കുപ്പായം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ എൻ്റെ സ്റ്റിച്ചിങ്ങിലോ കട്ടിങ്ങിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു 8 വയസ്സ് 10 വയസ്സ് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്കുള്ളൊരളവാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തുണി എടുക്കുക. അതിനുശേഷം സാധാരണ നമ്മളൊരു തുണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വീതിയാണ് ആദ്യം മടക്കൽ, എന്നിട്ട് അതിൻ്റെ നീളം മടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മൾ ഈ നമസ്കാരക്കുപ്പായം ചെയ്യുമ്പോൾ പിന്നെ ഇത് കുട്ടികൾക്കുള്ള അളവായതുകൊണ്ട് തന്നെ നമ്മൾ ആ തുണീൻ്റെ വീതി 4ആയിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൈഡിലെ വീതി എടുത്തിട്ട് ഫസ്റ്റ് അതൊന്ന് മടക്കി പിന്നെ അതിനൊന്നും കൂടെ മടക്കി അങ്ങനെ ആ വീതി 4ആയിട്ട് മടക്കി വെക്കുക ചെയ്യുന്നത്. ആ ഒരു മടക്കി വെക്കുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ആ വീതിനെയാണ് 4ആയിട്ട് മടക്കുന്നത്, നീളത്തിൽ മടക്കുന്നില്ല. അപ്പോൾ 1 മീറ്റർ തുണിയാണെങ്കിൽ ആ മീറ്റർ എടുത്തിട്ട് ആ ഭാഗം 4ആയിട്ട് മടക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലോട്ട് പോവാം. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുത്ത് വെച്ചത് 38 ഇഞ്ചാണ്. അതിലേക്ക് ഒരു 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടു. 43 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോണത്. നിങ്ങളാദ്യം നിങ്ങളെ മക്കളെ ലെങ്ത്ത് ഒന്ന് നോക്കുക. അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ഫുള്ള് നിലം വരെ എത്രയാണോ അവർക്ക് ലെങ്ത്ത് വരുന്നത് എന്ന് നോക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 4ഓ 5ഓ ഇനി 7 ഇഞ്ചായാലും എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതിലിപ്പോൾ താഴെ മുതൽ മേലെ വരെ 43 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ആ 43 ഇഞ്ച് മാർക്ക് ചെയ്ത അതിൽ നേരെ ആ പീസിനെ അങ്ങോട്ട് വെട്ടി മാറ്റിയെടുക്കുക ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഷോൾഡറോ പിന്നെ ആംഹോളോ ഒന്നും നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ ഒരു നേരെയുള്ള പീസാണ് നമുക്ക് നിസ്കാരക്കുപ്പായത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. കാരണം അത് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല വീതിയിലാണ് വരിക. അപ്പോൾ അത് ഫുള്ള് ഷോൾഡറായിട്ട് നമ്മൾ എടുക്കും. അതേപോലെ തന്നെ താഴെ അതിൻ്റെ ഫുള്ള് വീതി നമുക്ക് വേണം. എവിടെയും നമ്മൾ വെട്ടിയൊന്നും ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതിന് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വരുന്ന പീസിൽ നിന്ന് അത് ഒരു 4 പീസാക്കി മടക്കി വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന പീസിന് ഞാൻ 4ആക്കി മടക്കി വെച്ചു. ആദ്യം 2 മടക്ക് മടക്കി പിന്നെ ഇപ്പോൾ ഇതാ ഒന്നും കൂടെ മടക്കി അങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഓൺ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം, അതായത് കൂടി നിൽക്കുന്ന ഭാഗത്തു നിന്ന് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 10 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അതിലേക്ക് 2ഉം കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ്. അപ്പോൾ മാർക്ക് ചെയ്യാം. ഞാനിതിൽ ലെങ്ത്ത് ഒരു 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ 12 വരുന്നത്. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് അതിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ റൗണ്ടും ഏകദേശം നമ്മൾ നല്ല വീതി തന്നെയാണ് എടുക്കുന്നത്. ഒരു 6.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ റൗണ്ട് എടുത്തത്. അതായത് വിഡ്ത്തിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചെടുത്താൽ മതി അതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട്. അപ്പം ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തത് നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നിസ്കാരക്കുപ്പായം നേരെ സ്ട്രൈറ്റായിട്ട് കട്ട് ചെയ്താൽ മതി, അതിന് കെർവിങ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ബാലൻസ് വരുന്ന പീസിൽ നിന്ന് നമുക്കൊരു നെക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിലാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 26 ഇഞ്ചൊക്കെ ഉള്ളൊരു പീസ് എടുത്താൽ മതി. നമുക്ക് ഒരു 25-26 ഇഞ്ച് ആ ലെവലിലുള്ളൊരു പീസ് എടുത്താൽ മതി. അതിന് നമ്മൾ 4ആയിട്ട് മടക്കി വെക്കുക. ഞാൻ 2ആയിട്ട് ആദ്യം മടക്കി, ഇപ്പോൾ 2 കൂടെ മടക്കി 4ആയി. ഇനി ഇതിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിതിലൊരു 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്തെടുത്തത്. ഒരു 2.5-2.25 ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കുക, കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം ലെങ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തത്. അത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ലെങ്ത്താണ് ഞാൻ എടുത്തത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സെൻറ്ററിൽ ഒരു റൗണ്ടായിട്ട് വരും. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ബോഡി പാർട്ടിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്.
നെക്സ്റ്റ് നമുക്ക് മുഖമക്കന കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു 20 ഇഞ്ച് ലെങ്ത്താണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു 3 ഇഞ്ചൊക്കെ അധികം എടുക്കുക, അതിന് കുഴപ്പമില്ല. അപ്പോൾ 20 ഇഞ്ചിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിസ്കാര കുപ്പായത്തിൻ്റെ കട്ടിങ് സിമ്പിളാണ്, അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും സിമ്പിളാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്കാര കുപ്പായത്തിന് മടക്കിയ പോലെ തന്നെയാണ് മുഖമക്കനക്കും നമ്മൾ മടക്കിയത്. വീതിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ സൈഡിൽ വെക്കാനുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അടുത്ത് ഞാനൊരു 20 ഇഞ്ച് നീളവും ഒരു 9.5 ഇഞ്ച് വീതിയുള്ള ഒരു ചതുര പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് നേരെയുള്ള പീസാണ്, മടക്കി വെച്ചിട്ടൊന്നുമില്ല. അതിന് നമുക്ക് മുഖമക്കനൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു 4.5 ഇഞ്ചുള്ള സമചതുരം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇങ്ങനത്തെ 2 പീസ് വേണം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോഡീൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഷോൾഡർ ഭാഗം 2 പീസും ഇതേപോലെ ഒരുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇനി അതിനെ നേർത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു പ്രസ്സടി കൊടുക്കാനുണ്ട്. ഇതേപോലെ മടക്കിയ ഭാഗം അവിടെ അമർത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു പ്രസ്സടി കൊടുക്കുക. സാധാരണ നമ്മൾ നിസ്കാര കുപ്പായം വെട്ടുമ്പോൾ ഷോൾഡർ കട്ട് ചെയ്യാറില്ല, പക്ഷേ ഇത് കുട്ടികളെ നിസ്കാര കുപ്പായം ആയതുകൊണ്ട് തന്നെ നമുക്ക് തുണി കുറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കുമ്പോൾ ഷോൾഡർ ഓട്ടോമാറ്റിക്കലി കട്ടിങ് ആയി പോവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മടക്കിയതിന് ശേഷം സെൻറ്ററിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക, കാരണം നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച് നെക്കിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് നമ്മളിത് നെക്കിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് സെൻറ്റർ റെഡിയാക്കി വെക്കുക. നെക്ക് വെക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കത് മാറിപ്പോവാതെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു പ്രസ്സടി കൊടുക്കുക നെക്കിന്. ഞാനിത് പ്രസ്സടി കൊടുത്തു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗം അവിടെ നമ്മളൊന്ന് പതിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ചതുര പീസിനെ നേരെ കോണാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമുക്ക് ഇതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പീസിനെ ഇതേപോലെ സ്ലീവിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, തയ്യൽ തുമ്പ് തീരെ കാണാൻ പാടില്ല. ഇനി നിങ്ങൾ കണ്ടെന്ന് വെച്ച് കുഴപ്പമുള്ളത് കൊണ്ടല്ല, നമ്മളെന്താ പറയുക, നിസ്കാര കുപ്പായം ആവുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒരു പ്രസ്സടിയും കൂടെ കൊടുക്കുക. അപ്പോൾ തന്നെ അതൊരു ഫിനിഷിങ്ങിൽ വരും. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ടിങ് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗവും സ്ലീവിൻ്റെ കട്ടിങ് ഇട്ട ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് സ്ലീവ് അടിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഭാഗം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരൊറ്റ മടക്കിൽ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് നീർത്തി വെച്ച് പ്രസ്സടി കൊടുക്കാനുള്ളതാണ്. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സ്ലീവ് കട്ടിങ് ഇട്ട് കൊടുത്ത ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒരേ രീതിയിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നേരെ നിവർത്തി വെച്ചതിന് ശേഷം അവിടെ ജസ്റ്റ് ഒരു പ്രസ്സടി കൊടുത്തെടുക്കുക. പ്രസ്സടി കൊടുക്കുന്ന സമയത്ത് ബോഡി പാർട്ടിൻ്റെ മേലേക്ക് വേണം പ്രസ്സടി കൊടുക്കാനായിട്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് കാണില്ല. അതിനുശേഷം നമ്മൾ അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നേരെ സ്ലീവിൻ്റെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി 2 പീസും കൂടെ ഒരുമിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. നേരത്തെ മടക്കി അതേ രീതിയിൽ ഒരു 2 മടക്കാക്കിയിട്ട് നമ്മൾ മടക്കി അടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഭാഗം മടക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത വന്നാൽ ഒരു ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ നിസ്കാര കുപ്പായത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിന് ചീത്ത ഭാഗം തീരെ വരുന്നില്ല. അതിൻ്റെ എല്ലാ ഭാഗവും നല്ല ഭാഗമായിരിക്കും. നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പോ വേസ്റ്റ് പീസോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ അരികൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഒരു ജെൻസിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ ആ ഒരു സൈഡ് അരിക്കുന്ന ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, എന്നാലും ശരി ആ ഒരു രീതിയിലാണ് നിസ്കാര കുപ്പായം വരുന്നത്. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്കിത് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അല്ലാത്ത ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരു അരയിഞ്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം
ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഒന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കഴിയുന്നതും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ 2 മടക്കാക്കി വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻ്റെ നിസ്കാര കുപ്പായം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മുഖമക്കന എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് എടുക്കുക. അതിനുശേഷം അത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ താഴേക്ക് വിട്ടിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ സെൻറ്ററിൽ നിന്ന്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ആ ഒരു കയറ് വരും. ഇതിന് നിസ്കാര കുപ്പായത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ മുഖമക്കനൊക്കെ ഒരു കയറുണ്ടാവും. ആ കയറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ മാർക്ക് ചെയ്തത്. ഈ നമ്മളൊരു പാൻറ്റിൻ്റെ കയറ് മടക്കിയെടുക്കുന്ന രീതിയിൽ ആ കയറും ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ ആ വെട്ടി മാറ്റി വെച്ചൊരു പീസില്ലേ, അതിന്മേൽ ജോയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പീസും അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ കയറ് രണ്ടും നമ്മൾ നേരത്തെ കട്ടിങ് ഇട്ട ആ 1.5 ഇഞ്ച് സ്പേസിലുള്ള ആ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. ആദ്യം തന്നെ അങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ മറ്റേ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചെറിയ പീസിൻ്റെ 3 സൈഡുകളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു നീളമുള്ള സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 20 ഇഞ്ചിൽ വരുന്ന ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ പീസിനെ മുഖമക്കനമേൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കും. അപ്പോൾ ജസ്റ്റ് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരെ സ്റ്റിച്ച് ചെയ്താൽ മതി. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അവിടെ ഒരു പ്രസഡിങ് കൂടെ കൊടുക്കുക. നമ്മൾ നേരത്തെ നെക്കിന് ചെയ്ത പോലെ തന്നെ ആ ഒരു ചതുര പീസിനെ നമ്മൾ അതിലൊന്ന് പതിപ്പിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആ ഫേസിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് അവിടെ ഒന്ന് പിടിച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ. ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇനി അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിനി റെഡിയായി. ഒരു 7 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടിക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് മതി. ഇതിൽ ലെങ്ത്തിൽ മാത്രം ഒന്ന് ഡിഫറൻസ് വരുത്തിയാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.